അർജുൻ എന്ന് പറയുന്ന ആ സഹോദരന്റെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാത്തമായ മനുഷ്യസ്നേഹത്തിന്റെയും മതമൈത്രിയുടെ ഒക്കെ ഒരു അടയാളമായിട്ടാണ് ഞാനൊക്കെ ഈ അർജുനെയും മനാഫിനെയൊക്കെ കാണുന്നത്. ജാതിമത ഭേദങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഹ്യൂമൻ ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ അവരുടെ ലൈഫ് എന്ന് നമുക്ക് മനസ്സിലായത്. ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരുപാട് തലമുറകൾക്ക് മുമ്പിൽ ഒരു ഈ മാനവ സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാവുന്ന രണ്ട് വ്യക്തികളായിരുന്നു മനാഫും അർജുനും. അവിടേക്കാണ് ഇന്നലെ ഈ അനാവശ്യമായിട്ടൊരു വിവാഹത്തിൻ്റെ വിഷം കലക്കി വിട്ടിട്ടുള്ളത് കുറച്ച് ആളുകൾ. അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ, അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട് എന്താണ്, രണ്ട് മതക്കാർ തമ്മിൽ ചേരില്ല, അല്ലെങ്കിൽ തൊഴിലാളിയും മുതലാളിയും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ ഇടയിലേക്കാണ് രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ. അതിൽ ഒരാൾ തൊഴിലാളി, ഒരാൾ മുതലാളി. ഇവർ തമ്മിൽ ആ ഒരു വകഭേദങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർ വളരെ സ്നേഹത്തോടു കൂടി ഒരു വ്യക്തി 72 ദിവസം ഷിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗംഗാവാലി പുഴയുടെ കരയിൽ തൻ്റെ സഹപ്രവർത്തകൻ്റെ ഒരു ജഡമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി അയാൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അയാളുടെ കോഴിക്കോടും മറ്റുണ്ടായിരുന്ന ബിസിനസ്സൊക്കെ വെള്ളത്തിലായി, എല്ലാം തകർന്നു. പൈസ ഇല്ലാഞ്ഞിട്ട് സ്വന്തം വീടും പുരയിടം വരെ വിറ്റിട്ടാണ് അയാൾ ഈ ഇതിലേക്ക് വേണ്ടി ഫണ്ട് ഇറക്കുന്നത്, ഇയാളുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നത്. അയാൾ 72 ദിവസം സ്വന്തം വീട്ടിലേക്ക് പോലും പോവാതെ അവിടെ തന്നെ തമ്പടിച്ചിരുന്നു, വെയിലും മഴയും കൊണ്ടിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊരു വയനാട് ദുരന്തമൊക്കെ ഉണ്ടായി അല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1000 ആണോ വലുത്, ഒരാളാണോ വലുത്? അപ്പോൾ ഈ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ച ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടുകാർ പറഞ്ഞാണല്ലോ, വലിയ പ്രശ്നം ഉണ്ടായാൽ ചെറിയ പ്രശ്നങ്ങൾ ആൾക്കാർ മറക്കും. അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി അയാൾ യൂട്യൂബ് ചാനൽ ഇതൊക്കെ തുടങ്ങി അതിൽ സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ കൊടുത്ത ആൾക്കാരെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും സർക്കാർ ഇടപെട്ടു, ഗവൺമെൻറ് മെഷീനറി രംഗത്തിറങ്ങി. അവസാനം അയാളുടെ ഡെഡ് ബോഡി കണ്ടെത്തി. ആ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ട് ഡെഡ് ബോഡിക്കൊപ്പമാണ് ഇയാൾ നാട്ടിലേക്ക് തിരിക്കുന്നത്. ആ 72 ദിവസം ഇയാൾ സ്വന്തം ഉറ്റവരെയും ഉടയവരെയും ഭാര്യയും മക്കളെയും പോലും കാണാതെ ഈ അർജുൻ്റെ അമ്മ കൊടുത്ത വാക്ക് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് അല്ലേ? അന്ന് ഈ പറഞ്ഞ അളിയനോ അനിയനോ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഇന്ന് പറയുന്നത് ഞങ്ങളുടെ ചേട്ടൻ എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങളുടെ ചേട്ടൻ വേണ്ടി നമ്മൾ അവരല്ലേ പോയിട്ട് അവിടെ പോയിരിക്കേണ്ട ആൾക്കാർ ഉണ്ടായിരുന്നോ? ഇല്ല. അടക്കം ചെയ്യാൻ പോലും അല്ലേ, ഒരു ഹിന്ദുവിനും ആർക്കോ ആട്ടെ അയാളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാനെല്ലാം കിട്ടണ്ടേ? അത് കിട്ടിയത് ഈ ഒരു മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടല്ലേ? അതുപോലെ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ആ വ്യക്തി, അയാൾ ആരാണ്? വേറെ ഒരു നാട്ടുകാരനാണ്. അയാൾക്ക് അർജുനും അവരൊന്നും വലിയ വിഷയമല്ല. അയാൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. അയാൾ പൈസ കൊടുത്താൽ വന്ന് പണി ചെയ്ത് പോകുന്ന ഒരാളാണ്. അയാൾ വരെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങി ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലുള്ള നന്ദികെട്ട സംസാരം സംസാരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നൂലേ കേൾക്കുന്നവർക്കാർക്കാരും? അവിടെ ഒരു മനുഷ്യബന്ധങ്ങൾക്ക് ഒരു തകർച്ചയല്ലേ സംഭവിക്കുന്നത്?